9th ഷെഡ്യൂൾ. തുടക്കത്തിൽ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് എത്ര ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞത് 8 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് കൊണ്ടുവന്നതൊരു ഭരണഘടനാ ഭേദഗതി വഴിയാണ്, ത്രൂ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് 9th ഷെഡ്യൂളിനെ ആഡ് ചെയ്തത്. എന്താണ് ഈ 9th ഷെഡ്യൂൾ എന്ന് പറയുകയാണെങ്കിൽ, ഈ ഷെഡ്യൂൾ പറയുന്നു ഏതെങ്കിലും ഒരു നിയമം, പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങളായിക്കോട്ടെ, സംസ്ഥാനങ്ങൾ പാസ്സാക്കിയ നിയമങ്ങളായിക്കോട്ടെ, നമ്മളൊരു ഭരണഘടനാ ഭേദഗതിയിലൂടെ ആ നിയമത്തിനെ ഈ ഷെഡ്യൂളിനകത്തേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ നിയമങ്ങൾ കോടതിക്ക് ജുഡീഷ്യലി റിവ്യൂ ചെയ്യാൻ സാധ്യമല്ല എന്ന് പറയുന്നു. മനസ്സിലായോ? കോടതിയുടെ അധികാര പരിധിയെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഷെഡ്യൂളാണ് ഇത് 9th ഷെഡ്യൂൾ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇതൊരു ഷെഡ്യൂളാണെന്ന് വിചാരിക്കുക. നമ്മൾ പൗരത്വ ഭേദഗതി നിയമം പാസ് ചെയ്തു. ഇത് 9th ഷെഡ്യൂളിനകത്തേക്ക് നമ്മളതിനെ ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്. ഓക്കെ, ഇപ്പം ഈ നിയമം എവിടെയുണ്ട്? 9th ഷെഡ്യൂളിലുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് എന്ത് തരം തെണ്ടിത്തര നിയമമാണെങ്കിൽ പോലും കോടതിക്ക് എന്ത് സാധ്യമല്ല? റിവ്യൂ ചെയ്യാൻ സാധ്യമല്ല, പരിശോധിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ കഥ മനസ്സിലായോ? അത് ഞാൻ പറയാം, സമയം തരൂ പ്ലീസ്. തോക്കിക്കേറി വെടിവെക്കല്ലേ, പറയാം. ഓക്കെ, ആശയം മനസ്സിലായോ? ഏതെങ്കിലും ഒരു നിയമം, അത് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമായിക്കോട്ടെ, സംസ്ഥാനങ്ങൾ പാസ്സാക്കിയ നിയമമായിക്കോട്ടെ, നമ്മളൊരു ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മൾ ഈ ഷെഡ്യൂളിനകത്തേക്ക് നിയമം ആഡ് ചെയ്യുകയാണെങ്കിൽ ആ നിയമം കോടതികൾക്ക് എന്ത് സാധ്യമല്ല? റിവ്യൂ ചെയ്യാൻ സാധ്യമല്ല. ഇപ്പോൾ ആശയം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ ഉദ്ദേശം നല്ലതായിരുന്നോ മോശമായിരുന്നോ? ഉദ്ദേശം നല്ലതായിരുന്നു. വൈ? ഇത് കൊണ്ടുവരാൻ കാരണം പ്രധാനമായിട്ടും എന്ത് നടപ്പിലാക്കാൻ വേണ്ടിയായിരുന്നു? ഭൂപരിഷ്കരണ നിയമം, കോൾഡ് ലാൻഡ് റിഫോംസ്. ഇനി ശ്രദ്ധിച്ച് കേൾക്കുക, ഒരു കഥയാണ്. ഓക്കെ, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ലാൻഡ് എല്ലാവർക്കും ഉണ്ടായിരുന്നു? ഇല്ല. ലാൻഡ് ആരുടെ കയ്യിലായിരുന്നു? ജന്മിമാരുടെ കയ്യിലായിരുന്നു, ഒരു സമീന്ദാസിൻ്റെ കയ്യിലായിരുന്നു. ഇന്ത്യ എന്താണ്? വി ആർ ഫോളോയിങ് എ കൈൻഡ് ഓഫ് സോഷ്യലിസ്റ്റ് ട്രഡീഷൻ. അപ്പോൾ എന്ത് വേണം? നമ്മൾ മെറ്റീരിയൽ റിസോഴ്സസ് എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. വെൽത്ത് എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മുടെ ആശയം. അങ്ങനെ ചെയ്യാമെന്നും ഭരണഘടന പറയുന്നുണ്ട്. സോ ലാൻഡ്, ഫോർ എക്സാമ്പിൾ, ഒരു സമീന്ദാറിൻ്റെ കയ്യിൽ ഒരു 2000 ഏക്കർ ഭൂമി കാണുമായിരിക്കാം. കുടിയാൻ്റെ കയ്യിൽ ലാൻഡ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് കുറേ എടുത്തിട്ട് നമ്മൾ പുള്ളിക്ക് എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാൻ സാധ്യമാവുള്ളൂ? ഭൂപരിഷ്കരണം നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ? നടപ്പിലാക്കാൻ സാധ്യമാവുകയുള്ളൂ. അല്ലേ? അപ്പോൾ എന്തായിരുന്നു ഇഷ്യൂ? പണ്ട് റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 31. ആ സമയത്ത് സ്വത്തവകാശം എന്താണ്? മൗലികാവകാശമാണ്. ഇപ്പോൾ സമീന്ദാറിന് 5000 ഏക്കർ ഉണ്ടെങ്കിൽ പോലും അത് പുള്ളിയുടെ സ്വത്താണ്. അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആര് ബാധ്യസ്ഥരാണ്? നമ്മുടെ കോടതികൾ ബാധ്യസ്ഥരാണ്. വൈ? ഒരു മൗലികാവകാശ ലംഘനം സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും? കോടതിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. കോടതി എന്ത് ചെയ്തേ മതിയാകൂ? ജന്മിയുടെ ആണെങ്കിൽ പോലും സ്വത്ത് കോടതികൾ പ്രൊട്ടക്റ്റ് ചെയ്തേ മതിയാകൂ. അപ്പോൾ നമ്മൾ 9th ഷെഡ്യൂൾ കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ, നമുക്ക് ഈ ലാൻഡ് റിഫോംസ് നടപ്പിലാക്കണമെങ്കിൽ, ഒരു 1000 ഏക്കർ ഭൂമി എടുക്കണമെങ്കിൽ പുള്ളി നേരെ എങ്ങോട്ടേക്ക് പോവും? കോടതിയിലേക്ക് പോവും. കോടതി എന്ത് ചെയ്യും? തെറ്റാണെന്ന് പറയും. നടപ്പിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് കോടതിയെ ചില കാര്യങ്ങളിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് we have amended the constitution through the very first amendment act, we inserted 9th schedule. ഇപ്പോൾ എന്ത് ചെയ്യും? പാർലമെൻറ്റും ലാൻഡ് റിഫോംസ് ആക്ട് പാസ്സാക്കും, സംസ്ഥാനങ്ങളും ലാൻഡ് റിഫോംസ് ആക്ട് പാസ്സാക്കും. പാർലമെൻറ്ററിമാർ എന്ത് ചെയ്യും? അമെൻമെൻറ്റ് വഴി ഈ നിയമങ്ങളെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. ഇപ്പോൾ ജന്മിക്ക് കോടതിയിൽ പോകാൻ സാധ്യമാണോ? ഒരിക്കലും കോടതിയിൽ പോകാൻ സാധ്യമല്ല. ഇങ്ങനെ ഭൂപരിഷ്കരണ നിയമങ്ങളും അങ്ങനത്തെ പല നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കോടതി അത്തരം നിയമങ്ങളെ ചോദ്യം ചെയ്യാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് we have inserted this
9th ഷെഡ്യൂൾ ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ, ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. സി വാട്ട് ഈസ് മീൻ ബൈ റൂൾ ഓഫ് ലോ? നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് ആദ്യം എന്ത് വേണം? ഒരു നിയമം വേണം. അതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മളൊരു നിയമം ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഭരണഘടന തന്നെ എന്ത് ചെയ്തു? അമെൻഡ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ഭരണഘടന അമെൻഡ് ചെയ്യാതെയാണ് സർക്കാർ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിച്ചേക്കാം? വാട്ട് ഈസ് മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷണലിസം? ഭരണഘടന എന്ത് പറയുന്നു അത് ചെയ്യാനേ ആരെ കൊണ്ട് സാധിക്കുകയുള്ളൂ? ഗവൺമെന്റിനെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ ഭേദഗതി വഴി ഭരണഘടന ഇപ്പോൾ എന്ത് പറയുന്നു? നിങ്ങൾ നിയമം ആഡ് ചെയ്യുകയാണെങ്കിൽ കോടതിക്ക് ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. നൗ ദിസ് ഈസ് പാർട്ട് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് മെക്കാനിസം. ഇപ്പോൾ സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഭരണഘടന ലംഘനമാണോ? ഒരിക്കലുമല്ല. നൗ ദിസ് ഈസ് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ? സോ 9ാമത്തെ ഷെഡ്യൂളിൻ്റെ ആശയം മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടെൽ മീ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു നിയമം നമ്മൾ ഭരണഘടനാ ഭേദഗതിയിലൂടെ 9th ഷെഡ്യൂളിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ നിയമങ്ങൾ കോടതികൾക്ക് റിവ്യൂ ചെയ്യാൻ സാധ്യമല്ല എന്ന് വ്യക്തമാക്കിയ ഷെഡ്യൂളാണ് ഏത്? 9th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ? ബട്ട് ഈ ഒരു മെക്കാനിസം ഒരുപാട് കാലം മുന്നോട്ട് പോയില്ല. ഒരു പോയിന്റിൽ ഇത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? കോടതിക്ക് ഇഷ്ടപ്പെട്ടില്ല. വൈ? ഇത് ആരുടെ പവേഴ്സിന് എടുത്ത് കളയാൻ നോക്കിയത്? കോടതിയുടെ പവേഴ്സിന് തന്നെ. ഹൂ ഈസ് ദി ഫൈനൽ ഇന്റർപ്രറ്റർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ആര് തന്നെയാണ്? സുപ്രീം കോടതി തന്നെയാണ്. സോ കോടതി 2007 ഇൻ എ കേസ് കോൾഡ് IR കൊയ്ലോ കേസ്, 2007 നടന്നൊരു കേസ് കോൾഡ് IR കൊയ്ലോ കേസിൽ സുപ്രീം കോടതി ക്ലാരിഫൈഡ് ദാറ്റ് the laws added to this schedule after April 24, 1973 is open to judicial review. I repeat once again, 2007 IR കൊയ്ലോ കേസിൽ കോടതി പറഞ്ഞു, ഒരു കുറച്ച് വർഷം മുമ്പത്തെ ഒരു ഡേറ്റ് എടുത്തു. എന്താണ് ആ ഡേറ്റ്? April 24, 1973. ആ ഡേറ്റിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും നിയമങ്ങൾ 9th ഷെഡ്യൂളിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അത് തുറന്നു നോക്കും. പ്രൊവൈഡഡ് ദാറ്റ് ലോ വയലേറ്റ്സ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, പ്രൊവൈഡഡ് ദാറ്റ് ലോ വയലേറ്റ്സ് ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പം 1972 നിയമം ഇപ്പോൾ കോടതിക്ക് ചോദ്യം ചെയ്യാൻ സാധ്യമാണോ? സാധ്യമല്ല. ബട്ട് 1974 നിയമം കോടതിക്ക് ചോദ്യം ചെയ്യാൻ സാധ്യമാണോ? സാധ്യമാണ് എന്ന് വ്യക്തമാക്കിയ കേസാണ് IR കൊയ്ലോ കേസ്. ഏത് ഗ്രൗണ്ട്സ് പ്രകാരമാണ്? ഇൻ കേസ് ആ നിയമം ഒരു മൗലികാവകാശ ലംഘനമാണെങ്കിലോ, ഇൻ കേസ് ആ നിയമം ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വയലേഷൻ ആണെങ്കിലോ കോടതിക്കത് തുറന്ന് നോക്കാമെന്ന് വ്യക്തമാക്കിയ കേസാണ് ഇത് IR കൊയ്ലോ കേസ്. ഡേറ്റ് റാൻഡമായിട്ട് എടുത്തതല്ല. ഈ കേസിൽ വേറെ ഒരു കേസിൽ സുപ്രീം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട വിധി വന്ന ഡേറ്റാണ് ഇൻ എ കേസ് കോൾഡ് കേശവാനന്ദ ഭാരതി കേസ്. ഇതൊരു ഭയങ്കര കേസാണ്. കാരണം ആ സമയത്തെ കേശവാനന്ദ ഭാരതി കേസിലാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇന്ത്യക്ക് എന്തുണ്ട്? ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട് എന്ന് വ്യക്തമാക്കിയ കേസ് ഏതായിരുന്നു? കേശവാനന്ദ ഭാരതി കേസാണ്. ആ കേസിൻ്റെ വിധി വന്നതെന്നാണ്? April 24, 1973 ആണ്. അതുകൊണ്ടാണ് കോടതി ഈ ഡേറ്റിനെ ഒരു കട്ട് ഓഫ് ഡേറ്റ് ആക്കി എടുത്തത്. കാരണം എന്താണ്? നമുക്ക് ബേസിക് സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞത് ഈ ദിവസത്താണ്. സോ കോടതി സെഡ് ദാറ്റ് ഈ ഡേറ്റിന് ശേഷം ഇഫ് യു ആഡ് എനി ലോസ് ടു ദി 9th ഷെഡ്യൂൾ ദാറ്റ് ഈസ് ഓപ്പൺ ടു ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞത് എന്നാണ്? 2007 ഇൻ എ കേസ് കോൾഡ് IR കൊയ്ലോ കേസ്. ക്ലിയർ ആയോ? കാരണം നമ്മുടെ ഭരണഘടന അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറയാൻ ആരെ കൊണ്ട് സാധിക്കുന്നു? നമ്മുടെ സുപ്രീം കോടതിയെ കൊണ്ട് സാധിക്കുന്നു.
സോ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഭരണഘടന ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആര് തന്നെയാണ്? സുപ്രീം കോടതി തന്നെയാണ്. ക്ലിയർ? ദിസ് ഈസ് 9th ഷെഡ്യൂൾ. സോ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്ത് തന്നെയായിരുന്നു? ഒരു സോഷ്യലിസ്റ്റ് ആശയം നടപ്പിലാക്കാൻ വേണ്ടിയായിരുന്നു. ബട്ട് ഭാവിയിൽ എന്ത് ചെയ്യപ്പെട്ടു? സർക്കാർ അതിനെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ആരിടപെട്ടു? കോടതി ഇടപെട്ടു. ഞങ്ങൾ തുറന്നു നോക്കുമെന്ന് ആര് വ്യക്തമാക്കി? കോടതി വ്യക്തമാക്കി. ഓക്കെ.